ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഏറ്റവും സ്നേഹമുള്ള വേദിയിലെയും സദസ്സിലെയും ആദർശ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു വൈകുന്നേരത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വിഭാഗം കൂടെ ജാമിയ അൽ ഹിന്ദിൻ്റെ സന്തതികൾ പൂർണ്ണ സജ്ജരായി പ്രബോധന രംഗത്തേക്ക്, സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഔദ്യോഗികമായി ഇറങ്ങുന്നതിൻ്റെ കാഴ്ച കൺകുളിർക്കെ കാണാനും ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ഇന്നത്തെ വൈകുന്നേരം ജാമിയയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടം ഇത്തരം പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളുടെ തേട്ടം എത്രമാത്രം ഉള്ളതാണ് എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികതയും ധർമ്മവുമൊക്കെ ഒരുപാട് അകലെ നിൽക്കുന്ന, സ്വപ്നമായി മാറുന്ന, അതിന് വിപരീതമായ കാഴ്ചകളെ നോർമലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരമൊരു എഫേർട്ട് എടുത്ത് കൃത്യമായ പഠന സംവിധാനങ്ങളിലൂടെ പൂർണ്ണസജ്ജരായ ഒരു വിഭാഗം പണ്ഡിതന്മാർ പുറത്തേക്ക് വരുന്നത്. കാലഘട്ടത്തെയാണ് എപ്പോഴും സംസാരത്തിൽ പലരും കുറ്റപ്പെടുത്താറുള്ളത്. കാലം ഭയങ്കര മോശമാണ്, ഈ കാലഘട്ടം വളരെ അപകടകരമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ വളരെ മനോഹരമായ അറബിയിലെ 2 വരി കവിതയുണ്ട്. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലഘട്ടത്തെ കുറ്റം പറയും, കാലം ഭയങ്കര മോശമാണ് എന്നാണ് ആളുകൾ പറയുക. യഥാർത്ഥത്തിൽ കാലം തനിയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ മനുഷ്യരാണ് ആ കാലത്തെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അതിനെ സാധൂകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, യഥാർത്ഥത്തിൽ കാലം നമ്മളെയാണ് പഴിക്കേണ്ടത്. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർ അവരെത്രമാത്രം ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നു എന്ന് കാലം നമ്മളെ പഴിക്കേണ്ടതാണ് ശരിക്കും വേണ്ടത് എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തിൻ്റെ ഇത്തരം കുത്തൊഴുക്കുകളെ വിലപിച്ച് നിന്ന് അതിൻ്റെ പരിസരത്ത് നിന്ന് പരിതപിക്കാനല്ല നമ്മൾ തീരുമാനിച്ചത്. മറിച്ച് ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്ത് ഈ ആദർശത്തെ പ്രതിരോധിക്കേണ്ട സ്ഥലങ്ങളിൽ, ആ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളിൽ നമ്മുടെ പ്രബോധകർ സജ്ജമാണ് എന്നാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന ഘടകം. എവിടെയാണോ ഈ ആദർശത്തെ മലിനമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത്, അവിടെ ചെന്ന് അവരുടെ ഭാഷയിൽ അവരുണ്ടാക്കി വെക്കുന്ന അതേ ഫിത്നയുടെ മറുവശത്ത് ഇത്തരം കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കാൻ, ശരിയാവണ്ണം നേരവണ്ണം ദിശ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ച് സന്തോഷവും അതോടൊപ്പം തന്നെ സമാധാനവുമാണ് ഇന്നത്തെ ദിവസം നൽകുന്നത്. ക്യാമ്പസിലും വിദ്യാർത്ഥികൾ കൂടുന്നിടത്തുമൊക്കെ ഉണ്ടായിത്തീരുന്ന ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി കൂട്ടായ ശബ്ദത്തോടുകൂടെ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രതിരോധിക്കാനും തിരുത്തുവാനും ഒരു പിടി ആളുകൾ കൂടെ നമ്മുടെ കൂടെ ചേരുന്നു എന്നതിൻ്റെ സന്തോഷ നിമിഷമാണ് ഈ ഘട്ടത്തിൽ നമുക്കുള്ളത്. ഒരു ജാമിയ സന്തതി എന്ന നിലയ്ക്ക് ഈ കൂടിയിരിക്കുന്ന ആളുകൾ, ഈ ആദർശ സ്നേഹികൾ, ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് നിൽക്കുന്ന നമ്മുടെ കണ്ണുകളിലൊക്കെ കാണുന്ന ഒരാനന്ദവും നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷവും യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഔദ്യോഗികമായി ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും നമുക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഉത്തരവാദിത്തമാണ് എന്നതിൽ തർക്കമില്ല. സന്തോഷത്തെക്കാൾ അപ്പുറത്ത് ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് അത് യഥാവിധി പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അതിന് അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ എല്ലാ നിലക്കുമുള്ള ആശംസ ഈ പരിപാടിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒക്കെ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.